ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞാവയുടെ ഓപ്പണിംഗ് ഡേ ആണ് കേട്ടോ, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാവ ഇന്ന് പോകുന്ന വിശേഷങ്ങളും കുഞ്ഞാവയുടെ ഇന്നത്തെ ഈ ഒരു ദിവസമൊക്കെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവരെന്തായാലും എണീറ്റ് വരട്ടെ, അതിനുശേഷം കാണാവേ. ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂളില്ലേ? ഹാപ്പിയാണോ? എന്നാ വേഗം ബ്രഷ് ചെയ്തോളൂ. അപ്പോൾ കുഞ്ഞാവ് എണീറ്റിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. നേരത്തെ ആക്കണേ. പറയാതെ 6 മണിയാകുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് എണീറ്റ് വന്നിരിക്കുക കേട്ടോ. അപ്പോഴേ കുഞ്ഞാവ് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് 6 മണിയാകുമ്പോഴേക്കും ആൾ വിളിക്കാതെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസം കിടക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് സ്കൂളുണ്ട്, അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എണീക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുഞ്ഞാവയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് ഇന്ന് ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചൂടുവെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ നിറയെ കിളികളാണ് കേട്ടോ. കിളികൾ ഇങ്ങനെ വന്നങ്ങ് വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് കേട്ടോ. നിറയെ കിളികളുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ആൾ ഒറ്റയ്ക്കാണെന്ന് വന്നിട്ടുള്ളത്. സാധാരണ 2 ആൾ കൂടിയിട്ടാണ് കേട്ടോ വരാറുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ രാവിലെ തന്നെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പോകുന്ന ടൈമിലേക്ക് നന്നായിട്ട് മഴ എങ്ങാനും ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കിയും കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോയി വരാനും ഇത്തിരി ബുദ്ധിമുട്ടല്ലേ പിള്ളേർക്കൊക്കെ. അപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞാവിടെ പുതിയ യൂണിഫോമാണ് കേട്ടോ. ഈ വർഷം മുതൽ ഈ യൂണിഫോമാണ് കേട്ടോ കുഞ്ഞാവയ്ക്കുള്ളത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുഞ്ഞാവ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ യൂണിഫോം ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ യൂണിഫോം. ഒന്നാമത് എല്ലാ പിള്ളേർക്കും സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ നമ്മൾ പുത്തൻ ഉടുപ്പൊക്കെ ഇടുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ കുഞ്ഞാവയ്ക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ബാഗ്, കൊട എല്ലാം പുതിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിള്ളേർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. കുഞ്ഞാവ് പിന്നെ അതിൻ്റെ കാര്യമൊന്നും പറയാറൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഈ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ കുഞ്ഞാവ് ഉണ്ടായിരുന്നത്. കുറേ ദിവസമായിട്ട് അങ്ങ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ, ഫ്രണ്ട്സിനെ കാണണം, സ്കൂൾ എന്താ തുറക്കാത്ത ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞാക്ക് യൂണിഫോമൊക്കെ ഇട്ടു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കാൻ കൊടുക്കാമെന്ന്. അപ്പോൾ ഫുഡ് ഒറ്റയ്ക്ക് തന്നെ വാരി കഴിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ കേട്ടോ ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നെ വാരി തരണം എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണി കുഞ്ഞാവേനേക്കാളിലും നല്ല ഇതിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി എപ്പോഴും ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കാറുള്ളത്. കുഞ്ഞാവയ്ക്കാണ് കുറച്ചും കൂടെ ഒരു മടിയുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേർക്കും കഴിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയൊക്കെ പിന്നെ കെട്ടിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ടൈം ആവുന്ന തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞാവയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം എല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം ഞാൻ പകുതിയാണ് കേട്ടോ നിറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഹാഫ് ഡേ ആണ് ക്ലാസ് ഉള്ളൂ, 12 o'clock വരെ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാ ഒരുപാട് വെള്ളമൊന്നും കുടിക്കത്തില്ല, മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ആക്കി വെച്ചു. അതുപോലെ സ്നാക്സ് ബോക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുഞ്ഞാവേനെ മേക്കപ്പൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ക്രീം ഡെയിലി തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ മുടി അങ്ങ് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. മുടി കെട്ടി വെച്ച് അത് ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫേസിൽ നമുക്ക് കണ്ണെഴുതി കൊടുക്കാനൊക്കെ കുറച്ചും കൂടി സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട് മുടി അങ്ങ് കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 സൈഡിലും മുടി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് റിബൺ കുഞ്ഞാവ തന്നെയാണ് കേട്ടോ എന്നോട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു, യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന അന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ പോകുമ്പോൾ കുഞ്ഞാവ് പറഞ്ഞു ഈ ഒരു റിബൺ വാങ്ങിക്കണം, റെഡ് കളറല്ലേ യൂണിഫോം പറഞ്ഞിട്ട് നമ്മൾ അന്ന് റെഡ് റിബണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് മുടി അങ്ങ് പിന്നി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഇതുപോലെ മുടിയൊക്കെ അങ്ങനെ പിന്നിട്ട് കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, എനിക്ക് ഇങ്ങനെ വേണ്ട എന്ന് പറയുമായിരുന്നേ. അങ്ങനെ അങ്ങ് വാശി പിടിക്കുന്ന ആളൊന്നല്ല കേട്ടോ. മുടിയൊക്കെ ഈ പറഞ്ഞ പോലെ കെട്ടി കഴിയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ ആൾ പിന്നെ പോവുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, 2 സൈഡിൽ മുടി കെട്ടണം, ഈ ഒരു റിബൺ യൂസ് ചെയ്യണം, റെഡ് കളറുള്ള ബണ്ണ് യൂസ് ചെയ്യണം എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിബൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞാവയ്ക്ക് അങ്ങനെ തന്നെ ഞാൻ മുടി കെട്ടി കൊടുക്കുക കേട്ടോ അത് വെച്ചിട്ട്.
കുഞ്ഞാവയ്ക്ക് സാധാരണ മുടി വിരുത്തിയിട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ മുടി അഴിച്ചിട്ട് നടക്കുകയാണെങ്കിൽ ആൾ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഇന്നെന്തായാലും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആൾ നല്ല കുട്ടിയായിട്ട് ഇതാ 2 സൈഡിലും മുടിയൊക്കെ കെട്ടാൻ വേണ്ടി സമ്മതിച്ചു. ഈ ഒരു സ്ലൈഡ് വേണമെന്ന് ഞാൻ ആളോട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു സ്ലൈഡ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു റിബൺ വെച്ച കാരണമാണ് ഞാൻ സ്ലൈഡ് വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു സ്ലൈഡും കൂടെ ആൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും റെഡ് കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മുന്നേ വാങ്ങിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കുഞ്ഞാവയ്ക്ക് വെച്ച് കൊടുത്തു കേട്ടോ. കുഞ്ഞാവിടെ മേക്കപ്പ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൊട്ട് തൊടാൻ അതുപോലെ കണ്ണെഴുതാനൊക്കെയാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ സാധാരണയാണെങ്കിലും കുഞ്ഞാവ പൊട്ട് വയ്ക്കും, മുടി കെട്ടും, കണ്ണെഴുതും, ഇത്ര മാത്രം തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്കൂളിലേക്ക് പോകുമ്പോഴും ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ 2 ടൈപ്പായിട്ടുള്ള പൊട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഈ ഒരു സ്റ്റോൺ വെച്ചത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി ഓടി വന്നിട്ട് എനിക്കും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ കുഞ്ഞുണ്ണിക്കും കുഞ്ഞാവയ്ക്കും 2 ആൾക്കും പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു ഇനി കണ്ണെഴുതി തായോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കണ്ണെഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു മുകളിൽ ഐലൈനർ വെച്ചിട്ട് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐലൈനർ ഒന്നും വേണ്ട, താഴെ മാത്രം എഴുതിയാൽ മതി ഇപ്പോൾ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആൾക്ക് താഴെ മാത്രം അങ്ങ് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈം ഇതാ ഏകദേശം ആവാറായി തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞാവയ്ക്ക് സ്കൂളിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ധൃതി വെച്ചിട്ട് ആളോട് പറയുമായിരുന്നു വേഗം നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ കുഞ്ഞാവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുഞ്ഞാവയ്ക്ക് സോക്സ് ഇടാനൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ വാച്ച് കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കുഞ്ഞാവ് അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ കുഞ്ഞാവ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതാ കുഞ്ഞാവിടെ ബാഗിലേക്ക് ഇനി ഈ ഒരു സ്നാക്സ് ബോക്സും അതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു എൻ്റെ അല്ലേ വീഡിയോ പിടിക്കുന്നത്, അപ്പോൾ ഞാൻ എടുത്ത് വെക്കട്ടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞാവിടെ സ്നാക്സും വാട്ടർ ബോട്ടിലും മാത്രമേ ഇന്ന് കൊണ്ടുപോകാനുള്ളൂ. അതുകൊണ്ട് തന്നെ ബാഗിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തു വിട്ടത്. പിന്നെ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും ലഞ്ച് കിറ്റിലൊന്നും ആക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ കുഞ്ഞാവൊന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ സോക്സ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുഞ്ഞുണ്ണിയുടെ വാച്ചുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവ് വാച്ച് കിട്ടിയത് കണ്ടിട്ട് പിന്നെ കുഞ്ഞുണ്ണിക്കും അത് ആവശ്യമായേ. അങ്ങനെ കുഞ്ഞുണ്ണിക്ക് ഞാൻ വാച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോക്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാവ് അവിടെ കാല് നീട്ടിയിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതാ കുഞ്ഞാവിടെ സോക്സും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുഞ്ഞാവയ്ക്ക് എപ്പോഴും സോക്സ് ഇടുന്ന ടൈമിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൊന്തി നിൽക്കുകയാണ് ഇവിടെ പൊന്തി നിൽക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ ശരിയാക്കി തരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയെ. അപ്പോൾ അതാ ഇന്ന് സോക്സ് ഇട്ടപ്പോൾ വേഗം തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ആൾ ശരിയായില്ലേ പറഞ്ഞിട്ടൊന്ന് റെഡിയാക്കി പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ 2 കാലിലും സോക്സൊക്കെ കുഞ്ഞാവ് ഇട്ടുവേ. കുഞ്ഞാവയ്ക്ക് ഒറ്റയ്ക്ക് സോക്സ് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ അവൾക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ ഒന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഇപ്പം തന്നെ അതൊന്നും ചെയ്യിക്കേണ്ട, നമ്മളൊന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം സ്വയം എല്ലാം ചെയ്യാൻ പഠിപ്പിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞാവ ബാഗ് ഇട്ടപ്പോഴേക്കും വിടാൻ പോയി എന്നങ്ങനെയുള്ള ആക്ഷനാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാ ഒത്തിരി ബുക്സ് ഇന്ന് കുഞ്ഞാവയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ടീച്ചർ അവിടെ ഷെൽഫിൽ വാങ്ങിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇന്നലെയാണ് ലിസ്റ്റ് ടീച്ചർ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബുക്സ് എല്ലാം തന്നെ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട് എന്നാണ് കേട്ടോ കുഞ്ഞാവ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കുഞ്ഞാവിടെ ബാഗ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഇത്രയും വെയിറ്റൊക്കെ ഏറ്റേണ്ടി വരത്തുള്ളൂ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബുക്സ് എല്ലാം ടീച്ചർ അവിടെ വാങ്ങിച്ചു വയ്ക്കും. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ബുക്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞാവ് അതാ എല്ലാം റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈം ആയിട്ടില്ല കേട്ടോ. ടൈം ആവുന്നേ ഉള്ളൂ. കുഞ്ഞാവയ്ക്ക് പോകാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാവ് പിന്നെയും കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ഷൂ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഷൂ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഷൂ ഒക്കെ ഒറ്റയ്ക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ. അതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഷൂ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ മുറ്റൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പോകുന്ന ടൈമിൽ മഴ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മഴയത്തൊക്കെ പിള്ളേർക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നനയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ മഴയൊക്കെ നനയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനങ്ങനെ സമ്മതിക്കാറില്ല, അതാണ് കാര്യം. അപ്പോൾ എന്തായാലും കുഞ്ഞാവ് അതാ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുണ്ണി പിറകേ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുഞ്ഞുണ്ണിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഷൂ എടുത്ത് തായോ, എൻ്റെ ബുക്ക് എടുത്ത് തായോ, എനിക്ക് ബാഗ് തായോ, ഞാനും സ്കൂളിൽ പോവട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് കുഞ്ഞാവ് സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുഞ്ഞാവ് റെഡിയായി നിന്നതിന് ശേഷം പിന്നെ 2 ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവോട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞുണ്ണിയും വന്ന് നിന്നു. അങ്ങനെ 2 പേരും കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി ടൈം ആയില്ലേ ഞാൻ പോവട്ടെ എന്നാണ് കേട്ടോ കുഞ്ഞാവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ
കുഞ്ഞാവ സ്ഥിരമായിട്ട് പോകുന്ന കുഞ്ഞാവയുടെ ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ കുഞ്ഞാവേനെന്ന് പറഞ്ഞു വിടുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ കുഞ്ഞാവേനെ പറഞ്ഞു വിടാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും റെഡി ആയിട്ട് ആ ഒരു ടൈം കൊണ്ട്. അപ്പോൾ അതാ കുഞ്ഞാവേനെ വണ്ടിയിൽ കൊണ്ടാക്കിയതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് വേണ്ട ബാഗൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുഞ്ഞാവ ടൈം ഇനി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം വീണ്ടും കളിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കളി തന്നെയാണ് കേട്ടോ ആളുടെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ എന്തായാലും സമയമാവുന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേഗം പോരെ പോവാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഷൂ ഒക്കെ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഷൂ എടുത്ത് ഇടാൻ പറഞ്ഞിട്ട് ഇതാ കുഞ്ഞാവേനെ കൂട്ടിയിട്ട് ഞാൻ വണ്ടിയിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ ഈ ഒരു കുടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞുണ്ണിക്ക് വാങ്ങിച്ചിട്ടുള്ള കുടയാണ്. അപ്പോൾ ആൾ പറഞ്ഞു അത് ആൾക്ക് വേണം കേട്ടോ. അങ്ങനെ അതാ കുഞ്ഞാവേനി കൂട്ടിയിട്ട് ഞാൻ പോവുകയാണ്. ബാഗ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ഞാനും കുഞ്ഞാവയും കൂടി പോകുന്ന വഴിക്ക് ഒരു മയിൽ അങ്ങനെ പീലി വിടർത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാവോട് പറഞ്ഞു ഫോൺ വേഗം കൊണ്ടുപോയോ. കുഞ്ഞാവിടെ കയ്യിലാണ് കേട്ടോ ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആൾ വേഗം കൊണ്ടുവന്ന് തന്നപ്പോൾ അതാ പീലി വിരിച്ച് നിൽക്കുന്നു നമ്മുടെ ഈ ഒരു ആൺമയിൽ. വേറെയും നിറയെ മയിലുകൾ, അതിൻ്റെ അപ്പുറത്ത് തന്നെ നിറയെ മയിലുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അപ്പോഴത്തേക്കും കുഞ്ഞാവിടെ വണ്ടി വന്നു. കുഞ്ഞാവേനെ അതാ വണ്ടിയിൽ കയറ്റിയിട്ട് വിടുകയാണ്. അങ്ങനെ അതാ ഞാൻ കുഞ്ഞാവേനെ വണ്ടിയൊക്കെ കയറ്റി വിട്ടു. അതിന് ശേഷം എന്താ ഞാൻ വീണ്ടും തിരിച്ച് വരുമ്പോൾ ആ പീക്കോക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ കുറേ നേരം പീലി വിരിച്ച് നിൽക്കുകയായിരുന്നു. ഞാനങ്ങ് ഫോണെടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പറന്നിട്ട് ആ ഒരു മതിലിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പീലി വിരിച്ച് നിൽക്കുന്നത് വീഡിയോ പിടിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ കുഞ്ഞാവിടെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ സ്കൂളിലെത്തി ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഹായ് കാണിച്ചോളൂ, ഹായ് കാണിച്ചോളൂ. എന്നാ സൗമ്യ, പ്രിയേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫ്രൂട്ട് ഏതാണെന്ന് അറിയാവോ? ഇത് ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അത്ര. അപ്പുറത്തെ വീട്ടിലേക്ക് പണിക്ക് വരുന്ന ചേട്ടന്മാർ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞാവ ഹാഫ് ഡേ ആണ് ക്ലാസ്സുള്ളൂ, അതുകൊണ്ട് തന്നെ വരാറായി കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാവേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ബട്ടർഫ്ലൈനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിലത്ത് ഇങ്ങനെ കുത്തണ്ട കൊട. ഇന്ന് ഹാഫ് ഡേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്തൊക്കെ ഉണ്ടായി ഇന്ന് വിശേഷങ്ങൾ? ടീച്ചറെ ഇഷ്ടമായോ? എന്താ ടീച്ചറുടെ പേര്? ഓക്കെ. പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന്? ഇതാവണില്ല അപ്പോഴാണായത്. ഓക്കെ. പുതിയ ഫ്രണ്ട്സൊക്കെ ആയോ? ഓക്കെ. എന്തൊക്കെയുണ്ട് സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ? പുതിയ ടീച്ചറെ ഇഷ്ടമായോ? ഫ്രണ്ട്സിനെ പുതിയത് കിട്ടിയോ? അപ്പോൾ അതാ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം കുഞ്ഞാവിടെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കുഞ്ഞാവോട് ഞാൻ ക്ലാസ്സിലുണ്ടായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കുഞ്ഞാവ് ഓരോന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.